snowing here, guys. Actually, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ കൈ വരയ്ക്കുന്നുണ്ട്. But it's okay. Look at this. നല്ല രസമില്ലേ? കയ്യിലേക്ക് വരുമ്പോൾ അത് മെൽറ്റ് ആവുന്നുണ്ട്. ബട്ട് ഇന്ന് ഞാൻ ഇന്നെ കാണിച്ചു. ഇന്നെയാണ് റെഡി ഇല്ല എന്നാലും കാണിച്ചത്. സോ അല്ല ഞാൻ ജലദോഷം വന്ന്. ഓക്കെ, ഇന്ന് നമ്മൾ എൻ്റെ എക്സാമിന് പോകുന്നുണ്ട്. എക്സാം ഉണ്ട് കേട്ടോ, 1 മണിക്ക്. 11 മണി ആയിട്ടുള്ളൂ ഇവിടെ. അപ്പം എക്സാമിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഇറ്റ്സ് സ്നോയിങ് ഇൻ പട്ടൂണി. ഓ മൈ ഗാഡ്, ഇവിടെ സ്നോ ആയിട്ട് വരല് കുറവാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടി ദൂരെ പോയിട്ട് നമ്മൾ അന്ന് പക്കുരിയാന്ന് കോർജോമി പോയിരുന്നു. ബട്ട് ഈ ഒരു ടൈമിന് നമ്മൾ പട്ടൂണിയിൽ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇനി പുറത്തിറങ്ങിയാൽ എന്താ അവസ്ഥ എന്നറിയില്ല. അതിപ്പോൾ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോൾ കയ്യിലുള്ളതും മറ്റേ ഗ്ലൗസും അതെല്ലാം ഇട്ടിട്ട് ഇപ്പോൾ പുറത്ത് കൊണ്ടുവരാം. ഈ സാധനമൊക്കെ ഞാൻ സെറ്റാക്കിയിരിക്കുന്നത് ഇടാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എനിക്ക് ഓൾറെഡി ഒരു അലർജി കോൾഡ് പോലെ ഉണ്ട്. അപ്പം സൗണ്ട് മാറിയിട്ടില്ല, പക്ഷേ വേറെ ഒന്നുമില്ല, ഒരു കോൾഡ് പോലെ ഉണ്ട്. അപ്പോൾ കാണുന്നുണ്ടോ? ഇല്ല വരുന്നില്ല. ഓക്കെ, കോൾഡ് പോലെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും അതിനനുസരിച്ച് സെറ്റാക്കണം, അല്ലെങ്കിൽ അത് പിന്നെ പണി കിട്ടുമോയെന്ന് അറിയില്ലല്ലോ. ആദ്യം നമുക്ക് റെഡി ആവാം. കാരണം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അവരെണീച്ചിട്ടില്ല, അവർ വിളിക്കണം. ഞാൻ എണീച്ച് വന്നപ്പോൾ തന്നെ ഇവിടെ സ്നോ കണ്ടപ്പം രാത്രി സ്നോ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നമ്മൾ സ്നോ കാണാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പ്രശ്നമുണ്ട്. ഓക്കെ, സ്നോ കാണാത്തതുകൊണ്ടുള്ളൊരു ഭയങ്കര ഇതുണ്ടായിരുന്നു. നമ്മൾ 4 മണിക്കൊക്കെ എക്സാം ആയതുകൊണ്ട് പിന്നെ ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പം 5 മണി 6 മണിക്ക് ആയിട്ടും ഇങ്ങനെ ഉറങ്ങാൻ. എന്നിട്ടാണ് ഞാനിവിടെ 10 മണിക്ക് എണീച്ചിരിക്കണം. 10:30 എണീച്ചത്. പിന്നെ എന്തെങ്കിലും ഞാൻ എനിക്ക് പറഞ്ഞു എക്സാം ആയിട്ട്. അപ്പം ഞാൻ സ്നോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണേ, സ്നോ കാണുന്നുണ്ടോ കാണുന്നുണ്ട്. പക്ഷെ രാത്രി അത് കാണുന്നില്ലായിരുന്നു, മഴ പോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് സെറ്റായത്, ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. സി ഇവിടെ കാണില്ല, ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോ തിന്നുന്നത് സ്വർഗം, ഉള്ളിക്കറിയൊക്കെ സ്വർഗം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത് നെസ്കിക്കും പാലും. നെസ്കിക്ക് എന്ന് പറഞ്ഞാൽ അവരൊന്നും എണീക്കാത്തല്ലേ, വിളിച്ചാലോ. ഓക്കെ, നമ്മൾ കഴിക്കാൻ പോകുന്നത് നെസ്കിക്കും എന്ന് പറഞ്ഞാൽ ചോക്കോസ് പോലത്തത്, അതും പാലും. വേണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ പുട്ടും ചിക്കനാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത്. ടൈം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, ഇതെടുത്തോണ്ടിരുന്നാൽ ഞാൻ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം സെറ്റാക്കാം. ഞാൻ റെഡി ആയിട്ട് കാണിച്ചു തരാം. ഐ മീൻ ബ്രേക്ക്ഫാസ്റ്റ്.
ഗൈസ് നമ്മൾ നടക്കുന്ന വഴി നടക്കാൻ നല്ല പണിയുണ്ട്. എക്സാം ഹോളിലൊക്കെ പോകാനാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് വല്ല തോന്നി ഞാൻ ഒന്ന് പോകൂലേ. ഫുൾ കവറാണ്, കാരണം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട്. നല്ല മഞ്ഞുണ്ട്. മഞ്ഞെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളത് സംഭവിക്കുള്ളൂ. ഹെവിയായി ഇഷ്ടമുള്ള സംഭവിക്കും. പക്ഷേ ഇല്ലേ, കുറേ ആവരത്ത് തണുത്താലും ശരിയാവില്ല, വേഗം ഉള്ളിൽ കയറണം. ഞാൻ ബാക്കോട്ടേക്ക് നടക്കാറ്, കാരണം എന്താ വെച്ചാൽ അവിടെ നിന്നാണ് മഞ്ഞ് വരുന്നത്. ഞാൻ ബാക്കോട്ടേക്ക് നടക്കാറ്. എക്സാം പാസ്സായിട്ട് തണുത്തിട്ട് കണ്ണിലൊക്കെ വെള്ളം വരുന്നു. കാറ്റും തണുപ്പും ഫ്രീസ് ചെയ്യുന്നുണ്ട്. ഓ, എക്സാം പാസ്സായി. നേരത്തെ എന്താ സംഭവിച്ചറിയോ, ഞാൻ വിചാരിച്ചു 1 മണിക്കാണ് എക്സാം എന്ന്, പക്ഷേ 5 മണിക്കായിരുന്നു എക്സാം. അപ്പം ഞാനെന്ത് ചെയ്തു, പോയി കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീച്ചു. എന്നിട്ട് എക്സാമിന് വന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ട് പഠിക്കാതെ കിടന്നുറങ്ങിയത്. അഹങ്കാരമില്ല, ഒന്ന് എല്ലാം അറിയുന്നതുകൊണ്ട് ചെയ്താണ് വിചാരിക്കരുത്. എന്താ വിളക്ക് ചവിട്ടി അല്ല, ഇവിടെ സ്നോ വെള്ളമായി. ഓ ശരി. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അലർജീൻ്റെ ടാബ്ലറ്റ് കുടിച്ചിരുന്നു. അപ്പം ടയേർഡായി എനിക്കൊരു ഉറക്കം വരുന്ന പോലെ ആയിരിക്കും. ഓ, ഇതല്ലേ ബസ്. സോറി ഗൈസ്, ആ വീഡിയോക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ അത് സ്റ്റക്കായിപ്പോയി, നിന്നുപോയി അവിടെ. സാരില്ല, ഈ വീഡിയോ ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഡേ 2 വരുന്നുണ്ട്. ഡേ 2 ഡേ 2, ഡേ 3, ഡേ 4 ഒക്കെ വരുന്നുണ്ട് ഈ സ്നോൻ്റെ ഓരോ ഫേസസ് ആയിട്ട്. അപ്പോൾ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് അടുത്ത വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അൺടിൽ ദെൻ ബൈ.